സിനിമാ പ്രഖ്യാപനവും നല്ല സിനിമകളെ സ്വാഗതം ചെയ്യുന്നവർക്ക് ഓരോ പ്രതീക്ഷകളാണ്. പ്രത്യേകിച്ച് മോഹൻലാൽ, മമ്മൂട്ടി പോലുള്ളവർ പുതിയ കൂട്ടുകെട്ടിൽ ഓരോ സിനിമകൾ പ്രഖ്യാപിക്കുമ്പോൾ പ്രതീക്ഷകൾ ഇരട്ടിക്കാറുണ്ട്. നായകന്റെ സിനിമകൾ നോക്കി സിനിമ കാണുന്ന കാലം കഴിഞ്ഞുവെങ്കിലും ചില സംവിധായകരുടെയും നായകന്മാരുടെയും കൂട്ടുകെട്ടിൽ പ്രേക്ഷകർക്ക് ഇപ്പോഴും വലിയ പ്രതീക്ഷയാണ്. അനൂപ് മേനോനൊപ്പമുള്ള തന്റെ അടുത്ത സിനിമയെക്കുറിച്ച് വളരെ സന്തോഷത്തോടെയാണ് മോഹൻലാൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. എന്നാൽ അതിന് ലഭിച്ച പ്രതികരണങ്ങൾ തീർത്തും വിപരീതമാണ്. ഈ സാഹചര്യത്തിൽ എന്തിനാണ് മോഹൻലാൽ അനൂപ് മേനോൻ കൂട്ടുകെട്ടിൽ വരുന്ന പുതിയ സിനിമയെ വിമർശിക്കുന്നത് എന്ന സംശയമാണ് ഭൂരിഭാഗം സിനിമാ പ്രേമികൾക്കുമുള്ളത്. അടുത്ത സിനിമ പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാലിന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. പ്രണയവും ആഗ്രഹവും സംഗീതവും കടന്നുള്ള ഒരു നാടകീയ യാത്ര തിരുവനന്തപുരം, കൊൽക്കത്ത, ഷില്ലോങ് എന്നിവിടങ്ങളിലായി ചിത്രീകരിക്കും. അനൂപ് മേനോൻ രചനയും സംവിധാനവും നിർവഹിക്കുകയും ടൈംലെസ് മൂവീസിന്റെ നിർമ്മാണത്തിൽ BTS എന്ന മികച്ച ടീമിനെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഈ സബ്ജക്റ്റ് ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്നു. ഈ ഇതിഹാസ യാത്രയുടെ ഭാഗമാകാൻ നിങ്ങളെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു എന്നതാണ് പോസ്റ്റ്. കൂടെ അനൂപ് മേനോൻ അടക്കമുള്ളവരെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയും പോസ്റ്റ് ചെയ്തിരുന്നു. നന്നാവില്ല എന്ന് ശപഥമെടുത്തതാണോ? എമ്പുരാനിലൂടെ ഏട്ടൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഈ ചിത്രത്തിലൂടെ ഉടനെ തിരിച്ചു പോകാനും സാധ്യതയുണ്ട്. ഇനിയെങ്കിലും തെരഞ്ഞെടുപ്പുകൾ കുറച്ച് ശ്രദ്ധിച്ചുകൂടെ എന്നൊക്കെയുള്ള നെഗറ്റീവ് കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ വരുന്നത്. രണ്ട് കാര്യങ്ങൾ വാസ്തവമാണ്. ഒന്ന്, മോഹൻലാലിന് ഒരു ഹിറ്റ് സിനിമ അത്യാവശ്യമായ സമയമാണിത്. രണ്ട്, അനൂപ് മേനോൻ സംവിധാനം ചെയ്ത സിനിമകളൊന്നും ഇതുവരെ വലിയ രീതിയിൽ വിജയം നേടിയിട്ടുമില്ല. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ദൃശ്യം 2, ബ്രോഡാഡി, 12th മാൻ, നേരെ എന്നിങ്ങനെ വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമായിരുന്നു മോഹൻലാലിന്റെ വിജയം. ആ വിജയങ്ങളെ പാടെ ശൂന്യമാക്കുന്ന പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രേക്ഷകരുടെ വലിയ പ്രതീക്ഷയാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ. ഇതിനിടയിലാണ് അനൂപ് മേനോൻ ചിത്രത്തിന്റെ പ്രഖ്യാപനം ആരാധകരെ നിരാശപ്പെടുത്തുന്നത്. കിങ്ഫിഷ്, പത്മ, 40-കാരൻ്റെ 21-കാരി എന്നീ 3 സിനിമകളാണ് അനൂപ് മേനോൻ ഇതുവരെ സംവിധാനം ചെയ്തിട്ടുള്ളത്. 3ഉം പരാജയമായിരുന്നു. എന്നാൽ അത് മാത്രം മുൻനിർത്തി അനൂപ് മേനോൻ എന്ന എഴുത്തുകാരനെ വിലയിരുത്താൻ സാധിക്കുമോ എന്നാണ് ഒരു വിഭാഗം സിനിമാ പ്രേമികൾ ചോദിക്കുന്നത്. 2008-ൽ പകൽ നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി തിരക്കഥ എഴുതിയാണ് അനൂപ് മേനോൻ ഈ രംഗത്തേക്ക് വരുന്നത്. ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് മാതൃഭൂമിയുടെ മികച്ച നടനുള്ള ക്രിട്ടിക് പുരസ്കാരം ലഭിച്ചിരുന്നു. മലയാള സിനിമയ്ക്ക് ഒരു കാലഘട്ടത്തിന്റെ ന്യൂ ജനറേഷൻ ട്രെൻഡ് കൊണ്ടുവന്ന കോക്ടെയിൽ, ബ്യൂട്ടിഫുൾ, ട്രിവാൻഡ്രം ലോഡ്ജ് പോലെയുള്ള സിനിമകളുടെ എഴുത്തുകാരനും അനൂപ് മേനോൻ തന്നെയാണ്. വൻ പ്രതീക്ഷയിൽ വന്ന മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം വാലിബൻ വാണിജ്യപരമായി പരാജയപ്പെടാമെങ്കിൽ, മോഹൻലാൽ വൈശാഖ് കൂട്ടുകെട്ടിൽ വന്ന മോൺസ്റ്റർ പരാജയപ്പെടാമെങ്കിൽ, അതുപോലെ മോഹൻലാൽ B. ഉണ്ണികൃഷ്ണൻ ചിത്രമായ ആറാട്ട് പരാജയപ്പെടാമെങ്കിൽ, ജയപരാജയങ്ങൾ നായകൻ സംവിധായകൻ കൂട്ടുകെട്ടിൽ മാത്രമല്ല എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എഴുത്തും സംവിധാനവും അഭിനയവും മറ്റെല്ലാ ഘടകങ്ങളും ഒന്നിച്ചാൽ മാത്രമേ സിനിമയുടെ ക്വാളിറ്റി അറിയാൻ കഴിയൂ. അതിനുശേഷം സിനിമയുടെ ഭാവി പ്രേക്ഷകരുടെ കയ്യിലാണ്. എന്തായാലും സിനിമ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വിമർശിക്കുന്നതിനേക്കാൾ ഔട്ട്പുട്ട് മോശമായാൽ വിമർശിക്കുന്നതാവും നല്ലതെന്ന പക്ഷമാണ് യഥാർത്ഥ സിനിമാ പ്രേമികളുടേത്.